ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ അച്ചിങ്ങ പയർ കൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മെഴുക്ക് പുരട്ടി എങ്ങനെയാണ്, സദ്യയിലൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോനോളം അച്ചിങ്ങ പയർ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 അല്ലി ചെറിയ ഉള്ളി. ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി 1/2 സ്പൂണോളം കടുക്, പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി. അപ്പോൾ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ട് ഈ ചെറിയ ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നിങ്ങനെ കയറി നിൽക്കണം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം. ശരിക്കും ഒരുപാട് കളറ് മാറാനും പാടില്ല, എന്നാൽ ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരികയും വേണം. ആ ഒരു രീതിയിൽ ആയി വരണം. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ നിന്ന് പൊങ്ങി വരും കേട്ടോ. ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. ആ സമയത്ത് നമ്മളിതുപോലെ ഉണക്കമുളകാണ് കേട്ടോ, അത് ചതച്ചെടുത്തത് അതൊരു 1/2 സ്പൂണോളം അല്ലെങ്കിൽ 1 സ്പൂണോളം ഇട്ട് കൊടുക്കണം. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില 1 പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ പല രീതിയിലാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ് സദ്യക്കൊക്കെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ മൂത്ത് വരുന്നൊരു മണമുണ്ടല്ലോ. ഞാൻ വെളുത്തുള്ളി ഇടാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ സദ്യയിൽ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ മുളക് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഉണക്കമുളക്. ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ല മണമാണ് ഇതിങ്ങനെ മൂത്ത് വരുന്നൊരു മണം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പയറിട്ട് കൊടുക്കാം. പയർ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലൊരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിയെടുക്കണം. ഇത് നമ്മൾ സാധാരണ തോരനൊക്കെ വയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഭയങ്കര രുചിയാണ് കേട്ടോ ഈ മെഴുക്ക് പുരട്ടി കഴിക്കാൻ. ചോറിൻ്റെ കൂടെ സദ്യയുടെ കൂടെ ഒക്കെ മെഴുക്ക് പുരട്ടി കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒതുക്കി വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് വെന്ത് വരണം. അപ്പോൾ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു രീതിയിലൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു 2 സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാടല്ല, ഞാനിത് ചെറിയ ഉള്ളി എടുത്ത അതേ പാത്രമാണ് കേട്ടോ, ചതച്ചെടുത്ത അതേ പാത്രത്തിൽ 2 സ്പൂണോളം അളന്നെടുത്താലും മതി. അല്ലെങ്കിൽ കയ്യിലൊന്നിങ്ങനെ കുടഞ്ഞു കൊടുത്താലും മതി. ഇനി ഈ വെള്ളം ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. വളരെ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ആവിയിൽ വെന്ത് വരും. അപ്പോൾ ഇതാ നമ്മുടെ പയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് ആയി കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. ഈ പയറിലൊക്കെ നമ്മൾ കഴുകിയെടുക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ വഴന്ന് വരണം. അപ്പോൾ ഇടയിൽ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് തുറന്ന് വയ്ക്കും. പിന്നെ ഇടയിൽ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഞാൻ 1-2 തവണ അതുപോലെ ഇളക്കി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് പയറൊന്നിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും, സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല രുചിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ഈ ഒരു ചെറിയ ഉള്ളി മാത്രം വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു മെഴുക്ക് പുരട്ടി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ പെരണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സദ്യ റെസിപ്പി അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നാടൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്.